തനിയെ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളകം മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം ജീവിതം ബിസിനസ്സിൽ ഉദയവർമ്മയെ സഹായിക്കാമെന്ന് പറയുന്ന പ്രതാപവർമ്മ എതിർക്കുന്ന നന്ദന ഓഫീസിലെത്തുന്നു. അക്കൗണ്ടന്റിനോടും മാനേജരോടും തനിക്കൊരു പുതിയ ക്യാബിൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന നന്ദന നിലയ്ക്ക് നിന്നില്ലെങ്കിൽ അവൾ അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുമെന്ന ഭീഷണിയുമായി വിദ്യാഭാരതിയുടെ മുന്നിൽ പ്രതാപവർമ്മ. നന്ദനയ്ക്കെതിരെ ഗൂഢാലോചനയുമായി പ്രതാപവർമ്മയും യതീന്ദ്രനും. നന്ദന ഇടപെട്ടാൽ താൻ ബിസിനസ്സിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണിയുമായി യതീന്ദ്രൻ ഉദയവർമ്മയുടെ മുന്നിൽ. ഇനി തുടർന്ന് കാണുക. ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി സ്വന്തം മുതൽ കട്ടുവാരുന്നും പറഞ്ഞിട്ട് നിന്ന് ന്യായം പറയുന്നു. ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ആണുങ്ങൾ ഇങ്ങനെ തരം താഴുവോ? 6 അടി 4 ഇഞ്ച് ശരീരത്തിനുണ്ടായാ പോരാ, ആത്മാഭിമാനത്തിന് അതിന്റെ പകുതിയെങ്കിലും ഉയരം വേണം. അമ്മ ഇങ്ങനെ നന്ദനയുടെ സൈഡ് പിടിച്ച് സംസാരിക്കരുത്. ഇപ്പൊ അവൾ ഈ കാണിക്കുന്ന സാമർത്ഥ്യമൊക്കെ താൽക്കാലികമാ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടി. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കുന്നതേ നീയും നിന്റെ ഭാര്യയുവാ. നന്ദനെ വെറുതെ അതിനിടയിലേക്ക് വലിച്ചിടണ്ട. എന്തു പറഞ്ഞാലും അമ്മയുടെ ഒരു നന്ദന. പാഠം പഠിക്കുമ്പോൾ മനസ്സിലാക്കും അവള് കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രം. നന്ദനെ പാഠം പഠിപ്പിക്കാൻ നോക്കാതെ ആ സമയം കൊണ്ട് സ്വയം പാഠം പഠിക്കാൻ നോക്കിയതി. അവളുമായി സഹകരിച്ചു നിന്ന് മാനമര്യാദയ്ക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോവാൻ നോക്ക്. അമ്മ എന്താ പറഞ്ഞത്? നന്ദനായിട്ട് സഹകരിക്കണോ? ഞാനോ? എന്താ? നല്ലപോലെ ആലോചിച്ചിട്ട് മതി. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മയോട് വലിയ വിധേയത്വം കാണിക്കുന്നുണ്ട് നന്ദന. ബിസിനസ് നോക്കി നടത്തുകയല്ല അവളുടെ ലക്ഷ്യം. എല്ലാത്തിന്റെയും താക്കോല് കൈക്കലാക്കുകയാണ്. അതമ്മ മനസ്സിലാക്കുമ്പോഴേക്കും വൈകിയിരിക്കും. ചിലരെ മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ അറിയാനും ഒക്കെ ഏറെ വൈകി. ഇനി ഏതായാലും അങ്ങനെ സംഭവിക്കില്ല. എത്ര മിടുക്കാത് വാങ്ങിക്കാൻ. ഒരു ബിസിനസ്സുകാരൻ താക്കോൽ തൊട്ട് നെറ്റിക്ക് വെച്ച ശേഷമേ കൈ കൊണ്ടെടുക്കത്തുള്ളൂ. പക്ഷെ നീ ചെയ്തതോ അത് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ചെയ്യുന്ന തൊഴിലിനോട് അതാണ് മനോഭാവം. പിന്നെ എങ്ങനെ നേട്ടമുണ്ടാവും? എനിക്കറിയായിരുന്നു ഉദയേട്ടനത് തിരിച്ചു തരുമെന്ന്. ഒരൊടക്ക് വേണ്ടെന്ന് കരുതിയാ ഞാൻ അമ്മയോട് പറയാന്ന് വെച്ചത്. തന്നില്ലെങ്കിലേ ഞാനത് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചേനെ. പിന്നെ നിനക്ക് തെറ്റിയല്ലോ യതീന്ദ്ര. നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി താക്കോൽ എന്റെ കൈ തന്നത് ഉദയനൊന്നുമല്ല, നന്ദനയാ. അത് കൈവശം വെക്കാൻ ഒത്തുകിട്ടിയ നല്ലൊരു ചാൻസ് ആയിരുന്നിട്ടും ആ കുട്ടി അത് തിരിച്ചു തന്നു. കാരണമുണ്ട്. വെട്ടിപ്പിടിക്കുകയല്ല നന്ദനയുടെ ലക്ഷ്യം. അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നീ ചെന്നിട്ട് നിന്റെ കാർത്തികയോട് പറഞ്ഞു കൊടുക്ക്. ചെല്ല്.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അനിയത്തിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറവുണ്ട്. ഹോസ്പിറ്റലാണോ? അതെ. ആ മാഡം, പറയൂ. എനിക്ക് വൈകിട്ട് കുറച്ച് നേരത്തെ പോണായിരുന്നു. ആശുപത്രിയിൽ ഒന്ന് കയറണം. പോയിക്കോളൂ. മാനേജറോട് പെർമിഷൻ വാങ്ങണം. താങ്ക് യു മാഡം. എനിക്കുള്ള ക്യാബിൻ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ക്യാബിൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മാഡം. ഓ ശരി. എന്റെ ക്യാബിൻ എവിടെയാണ്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ആവശ്യത്തിനായി ഒരു സ്പെഷ്യൽ ക്യാബിൻ ഒരുക്കി തരണമെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയോ? മറന്നതല്ല, പിന്നെ അതിനുള്ള ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓർഡറോ? ആ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ മറ്റൊരു ഓർഡർ? സോറി നന്ദന മാഡം, ഞങ്ങളുടെ ബോസ് യതീന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന്റെ പെർമിഷൻ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മാഡത്തെ സ്വീകരിച്ച് ക്യാബിനിലിരുത്തിന്നറിഞ്ഞാ എന്റെ പണി പോവും. എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പണി പോവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ വഴിയെ മനസ്സിലാവും. ഇതെന്താ അക്കൗണ്ട്സ് ആണോ? ഞാൻ നോക്കട്ടെ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം മാഡം, കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ഒരു ഹാഫ് ആൻ അവർ കഴിയട്ടെ. സാരമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. വിശദമായിട്ടൊക്കെ പിന്നീടാവാം. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ അല്ലേ? ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ആ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഈ ബില്ലിൽ ഡബിളിംഗ് വന്നിരിക്കുന്നേ? എവിടെ? ദാ ഒരു 70,350 ഇവിടെ. സെയിം നമ്പറിൽ ഇതാ 70,350. ഓ, അതൊരു ക്ലറിക്കൽ എററാണ്. സില്ലി മാറ്റർ. ഇത്രയും രൂപയുടെ കാര്യമാണ് സില്ലി മാറ്റർ. അല്ല മാഡം, ഈ ക്ലറിക്കൽ എറർ എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണയാണ്. അങ്ങനെ ഒരു പെച്ചക് കണ്ടാലുടൻ അത് കറക്റ്റ് ചെയ്യണ്ടേ? അങ്ങനെ തന്നെ എന്തിന് സിസ്റ്റത്തിൽ സൂക്ഷിക്കണം? ദാ വീണ്ടും ഒരു ബില്ല് 2 തവണ വന്നിരിക്കുന്നല്ലോ. ഒരെണ്ണം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, അതിന് കാരണം കാണിച്ചിട്ടുമില്ല. എല്ലാം കറക്റ്റ് ചെയ്ത് തരാം. എപ്പോ? നാളെ ശരിയാക്കാം. നാളെ ശരിയാക്കാൻ വേറെ ഉണ്ടാവുമല്ലോ. ഇന്ന് ഇത് ക്ലിയർ ചെയ്യണം. 1 മണിക്കൂർ സമയം എടുത്തോളൂ. അല്ല, 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 60 മിനിറ്റ്. അതിനോടകം ക്ലറിക്കൽ എററുകളും മിസ്റ്റേക്കുകളും ഇല്ലാത്ത ഈ അക്കൗണ്ട്സിന്റെ കോപ്പി എനിക്ക് കിട്ടിയിരിക്കണം. അതുവരെ കുറച്ച് പണിയുണ്ട് എനിക്ക്. സീ യു. ഗോവിന്ദ. ഇതായിരുന്നു മാഡം നേരത്തെ ഓഫീസ് റൂം. ഇത് മതി എനിക്ക്. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി തരണം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡം ക്യാബിൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. ശരിയായോന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇത്രയും മതി. സോണി എന്നല്ലേ പേര്? അതെ. ദാ ഇത് വെച്ച്. അയ്യോ, ഇതൊന്നും വേണ്ട മാഡം. സോണി ഡ്യൂട്ടി പെട്ട കാര്യമല്ല ചെയ്തത്. ദാ ഇത് വാങ്ങിക്കും. അത് മാഡം, താങ്ക്സ്. മാനേജറോടും ചീഫ് അക്കൗണ്ടന്റിനോടും ഒന്ന് വരാൻ പറയൂ. ഓക്കെ മാഡം. ശരി. വെൽക്കം ടു മൈ ക്യാബിൻ. ഇരിക്കൂ. വേണ്ട മാഡം, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ആദ്യമായിട്ട് എന്റെ ക്യാബിനിലേക്ക് വന്നതല്ലേ, ഇരിക്കുന്നേ. ഓ, താങ്ക് യു. വെൽക്കം.
എങ്ങനെയുണ്ട് എന്റെ ഓഫീസ്? ഫെസിലിറ്റീസ് കുറെ കൂടെ ആവായിരുന്നു തോന്നുന്നു. ഞങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്? എവിടെ ഞാൻ ആവശ്യപ്പെട്ട അക്കൗണ്ട്സിന്റെ കോപ്പീസ്? തരാം. 1 മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇനി എന്താ താമസം? യതീന്ദ്രൻ സാറിനോട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം മാഡം. അല്ലാതെ പറ്റില്ല. സോറി മാഡം, ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ആലോചിക്കാൻ സമയം വേണ്ടി വരുമല്ലോ. ഒരാഴ്ച മതിയാവൂ? അല്ലെങ്കിൽ വേണ്ട, ഒരു 10 ദിവസം എടുത്തോളൂ. മനസ്സിലായില്ല മാഡം. മാനേജർ ശിവപ്രസാദും ചീഫ് അക്കൗണ്ടന്റ് ശങ്കരനാരായണനും ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കുന്നു. എന്തിന്? ഒരു വാണിംഗ് ആണെന്ന് വിചാരിക്കാം. പനിഷ്മെന്റ് ആണെന്ന് കരുതുന്നതുകൊണ്ടും കുഴപ്പമില്ല. എന്ത്? ശബ്ദം ഉയർത്തണ്ട. ഇതൊരു ഓർഡറാണ്. കുന്നത്തൂരെ ബിസിനസ് ഫേമിന്റെ മാനേജിംഗ് പാർട്ട്ണർ ഉദയ വർമ്മയ്ക്ക് വേണ്ടി പവർ ഓഫ് അറ്റോർണിയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ നന്ദന വർമ്മയുടെ ഓർഡർ. 2 പേർക്ക് അവധിയെടുത്ത് വീട്ടിൽ പോവാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ വർഷങ്ങളായിട്ട് സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാ. പെട്ടെന്ന് ഇവിടെ കയറി വന്ന് നിർബന്ധമായിട്ട് അവധിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ശരിയാവും മിസ്റ്റർ ശങ്കരനാരായണൻ. കാരണം എന്താണെന്ന് മാഡം തന്നെ പറയണം. ജോലിയിൽ വീഴ്ച വരുത്തി, അത് തന്നെ കാരണം. ബില്ല് ശരിയാക്കേണ്ടത് അക്കൗണ്ടിന്റെ ജോലിയാണ്. മാനേജരായി എന്നെ എന്തിനീ ഇഷ്യൂവിൽ പിടിച്ചിടണം മാഡം? അക്കൗണ്ട് സെക്ഷൻ ഉൾപ്പെടെ എല്ലാത്തിന്റെയും ചുമതലയുള്ള ആളാണ് മാനേജർ. നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല? കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ലീവ് എഴുതി ഓഫീസിൽ വെച്ചിട്ട് പോവാം. ശരി, അപ്പൊ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അവധിയോ? അതെ സർ, ലീവ് എടുത്ത് പോയി തൂങ്ങി ചാവാൻ ഓർഡർ. എന്ത് നോൺസെൻസാ ഇത്? ഞങ്ങളും അതന്നെ സാർ ആലോചിക്കുന്നത്. വാസ്തവത്തിൽ ഇത് യതീന്ദ്രൻ സാറിന്റെ മുഖത്തടിക്കുന്ന പോലത്തെ ഒരു അടിയാ. ഓ, ഞങ്ങൾ വരും ജീവനക്കാർ. സാറിനെ ഇൻസൾട്ട് ചെയ്യുന്നല്ല ഞങ്ങൾക്ക് സങ്കടം. ഓ, സഹിക്കാൻ കഴിയുന്നില്ല സാർ. അല്ല, ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? നിങ്ങൾ ആരുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? സാറിന്റെ. സാറാണല്ലോ ഞങ്ങളുടെ ബോസ്. എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അവധി എടുക്കുന്നില്ല. പക്ഷേ നന്ദന മാഡം പോകാൻ പറ. അവളുടെ കൽപ്പനയ്ക്ക് നിങ്ങൾ പുല്ല് വിലവനും കൊടുക്കാൻ പാടില്ല. ശങ്കരനാരായണനും ശിവപ്രസാദും ലീവ് എടുക്കുന്നില്ല, ജോലിയിൽ തുടരുന്നു. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് യതീന്ദ്രൻ തരുന്ന ഉറപ്പ്. ഫോൺ വെച്ചേ. ഓ ഓ ഹലോ. ആ അമ്മേ, എന്തെങ്കിലും ജോലിയിലാണോ? അല്ല, മോള് പറ. ഞാൻ നമ്മുടെ ടൂറിസ്റ്റ് ഹോമിന്റെ ഓഫീസിലാ. ഞാൻ കരുതിയതിലും കൂടുതലായി എന്തൊക്കെയോ ഒളിച്ചുകളികൾ ഇവിടെ ഉണ്ട്. ഇന്ന് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടായോ അവിടെ? ഞാൻ രാവിലെ വന്നപ്പോ എല്ലാവരും പരിങ്ങി നടക്കുന്നു. ഓഫീസിൽ എനിക്കിരിക്കാൻ ഒരു സീറ്റില്ല. അതെ അമ്മേ. ഞാൻ പിന്നെ ടൂറിസ്റ്റ് ഹോമിലെ ഒരു റൂം എനിക്കുള്ള ഓഫീസാക്കി. ആരാ മോളെ ഇതിനൊക്കെ ധൈര്യം കാണിക്കുന്നത്? ആരായാലും അവരുടെ പേരിൽ നടപടി ഉണ്ടാവണം. അത് പറയാനമ്മ ഞാനിപ്പോ വിളിച്ചത്. മാനേജരോടും ചീഫ് അക്കൗണ്ടന്റിനോടും അവധിയെടുത്ത് പോകാൻ ഞാൻ പറഞ്ഞിരിക്കുക. അതിൽ അപാകതയുണ്ടോ അമ്മേ? ഒരപാകതയുമില്ല. അത് തന്നെയാണ് വേണ്ടത്. അഹങ്കാരം കാണിച്ച അപ്പം മറുപടി കൊടുത്തിരിക്കണം. എനിക്കവരോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടല്ല, ഒരു ശുദ്ധീകരണം ആവശ്യ. അതിന്റെ ആദ്യ നടപടിയായി ഇത്രയും വേണ്ടി വന്നു. അതിലൊരു തെറ്റുമില്ല മോളെ. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ഞാനുണ്ട് കൂടെ. ശരിയമ്മേ, ഞാൻ വിളിക്കാം.
എന്താ ഇരിയട്ടാ ഈ സമയത്ത്? അമ്മയുടെ അടുക്കളയിലായിരിക്കും. എന്തു പറ്റി? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നന്ദന, രണ്ടുപേരും കൂടെ വേണ്ട. എന്തുണ്ടായിന്ന് പറ. മാറ്. അമ്മേ, അമ്മേ, എന്താ? ഞാൻ ആരാ? ഏ? ഈ വീട്ടിൽ ഞാൻ ആരാണെന്ന്, എനിക്കുള്ള സ്ഥാനം എന്താണെന്ന്. എന്റെ ഇളയ മകനാ നീ. അത് തന്നെയാ നിന്റെ സ്ഥാനം. എന്നിട്ടാണോ വല്ലയിടത്തുനിന്നും വന്നവള് എന്റെ തലയ്ക്ക് മോളിൽ കയറി നിരങ്ങുന്നത്? ഇരിയട്ടാ വേണ്ട. എന്തൊക്കെയാ നീ പറയുന്നത്? ഓഫീസിൽ കയറി അങ്ങേയറ്റം മേയാൻ നോക്ക ഈ നന്ദന. വെറും ഒരു കസേര അവക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സിംഹാസനമൊന്നുമല്ല. ഇപ്പൊ എന്തു പറ്റിയെന്ന് പറ. മാനേജർ ശിവപ്രസാദിനോടും ചീഫ് അക്കൗണ്ടന്റ് ശങ്കരനാരായണനോടും അവധിയെടുത്ത് പോകാനാ നന്ദന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അവധിയെടുത്ത് പോകാനല്ലേ പറഞ്ഞുള്ളൂ, ജോലിന്നൊന്നും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. അല്ല, അവരോട് എന്ത് കാരണം കൊണ്ടാണ് നന്ദന ലീവ് എടുക്കാൻ പറഞ്ഞത്? ഒരു കാര്യവുമില്ല. നമ്മുടെ സ്റ്റാഫെല്ലാം നന്ദനെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം, അല്ലാത്തവരെ ഓരോ കാരണം പറഞ്ഞ് ഹറാസ് ചെയ്യുക. ഇവിടുത്തെ നന്ദനയല്ലമ്മേ ഓഫീസിൽ ചെല്ലുമ്പോ വലിയ പവറും പൊങ്ങച്ചൊക്കെയാ. മുതലാളി എന്നുള്ളൊരു ഭാവോ. ആഹാ, അല്ല ഇവിടെ ഇരുന്നോണ്ട് കാർത്തിക എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അത് ചിലരെന്നെ വിളിച്ചു പറഞ്ഞതാ. ആ ചിലരുടെ നമ്പറൊക്കെ ഒന്ന് തന്നേ, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഒന്ന് അറിഞ്ഞിരിക്കാല്ലോ. വിളിയും പറച്ചിലൊക്കെ പിന്നെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നന്ദനി ഒരു തീരുമാനം എടുത്തോന്നല്ലേ പറഞ്ഞത്? മാനേജരും അക്കൗണ്ടന്റും അവള് പറഞ്ഞ അത്രയും ദിവസത്തേക്ക് അവധിയെടുത്ത് മാറി നിക്കട്ടെന്ന്. ആ സമയത്തെ ശമ്പളം നമുക്ക് കൊടുക്കാം. അവര് പോയി വിശ്രമിച്ചിട്ട് വരട്ടെ. അമ്മയോട് പോലും ആലോചിക്കാതെ അങ്ങനെ കീറി കൽപ്പിക്കാൻ അവൾക്ക് എന്ത് അധികാരമുള്ളത്? അയ്യോ, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഉദയനുള്ള അധികാരം, അല്ലാതെന്താ? ഉദയേട്ടനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ നന്ദനെ ഓരോന്നും ഏൽപ്പിച്ചത്. അതെ, ഞാൻ അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫാ അത്, ശങ്കരനാരായണനും ശിവപ്രസാദും. ഇന്നലെ ഇങ്ങോട്ട് കയറി വന്നവളെ. അങ്ങനെ അങ്ങ് മാഡം ചമയണ്ട. ലീവ് എടുത്ത് എങ്ങോട്ടും പോകണ്ടെന്ന് ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓലപ്പാമ്പിനെ കണ്ട് ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലോ ജീവനക്കാർ വല്ല സമരം പ്രഖ്യാപിച്ചാൽ കുഴപ്പമാവില്ലേ അത്? നന്ദന തുണിക്കടയിലെ മാനേജരെ ശാസിച്ചതിന്റെ പേരിൽ മിന്നൽ പണിമുടക്ക് നടത്തുമെന്ന് ഒരിക്കൽ യതീന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. അല്ല, ഈ കാർത്തികയുടെ വകയാണോ ഇപ്പൊ ഈ പുതിയ സമരം? കാർത്തിക അവളുടെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞു പോയതാ. അത് ഞാൻ ഓർത്തില്ല. ചുരുക്കത്തിൽ നന്ദന ആവശ്യപ്പെട്ടിട്ടും മാനേജരും അക്കൗണ്ടന്റും അവധിയെടുത്തു പോയില്ല. ഇല്ല, പോവണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഇനി ചെയ്യാൻ പോകുന്നത് നന്ദനയല്ല, ഞാനാ. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുക. ഇപ്പറഞ്ഞ ശിവപ്രസാദിനെയും ശങ്കരനാരായണനെയും അതിനകത്ത് കണ്ട അടിച്ച് രണ്ടിന്റെ ചെകിട് ഞാൻ പൊട്ടിക്കും. ന്യായമായ കാര്യങ്ങളെ നന്ദന പറഞ്ഞിട്ടുള്ളൂ. അതനുസരിക്കാൻ ജീവനക്കാർ ബാധ്യസ്ഥരുമാണ്. അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ആര് നിയമിച്ചതായാലും ആരുടെ പിന്തുണയുണ്ടായാലും. അമ്മ ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. അതെ, ഞാൻ തീരുമാനിച്ചോളാം. സ്റ്റാഫിന്റെ സമരം കാണാൻ കാർത്തിക വരുന്നുണ്ടോ? അമ്മ ഇതെന്തിനുള്ള പുറപ്പെടാ? ശരിയാവില്ലത്. ഗുഡ് മോർണിംഗ് അമ്മേ. മാനേജരും അക്കൗണ്ടന്റും ഉണ്ടോ? അവരകത്തുണ്ട്. നിങ്ങൾ അവരെ മൈൻഡ് ഒന്നും വേണ്ട, ജോലി നടക്കട്ടെ. നമസ്കാരം. നമസ്കാരം മാഡം. ഇതാ
ഇങ്ങോട്ട് ഇരുന്നാട്ടെ ഇവിടെ മേഡം. ഇരിക്കാം. ആ ഇരിക്കാൻ വരട്ടെ. എന്താ ശിവപ്രസാദ് ഇവിടെ പ്രശ്നം? യതീന്ദ്ര സാർ പറഞ്ഞില്ലേ മേഡം? യതി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളുടെ ഭാഗമാണ് കേൾക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും കൂടി കോവിലകത്ത് വന്ന് അമ്മയോട് സങ്കടം ബോധിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. തുറന്നു പറയണോണ്ട് വിഷമൊന്നും തോന്നരുത്. ഡോക്ടർ ഇൻ ലോയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണ്. ഞങ്ങൾ താഴാവുന്നതിന്റെ പരമാവധി താണു അമ്മേ. നിങ്ങൾ എന്തിനു നന്ദനയുടെ മുമ്പിൽ താണു കൊടുക്കണം? കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യം എന്താ? നിങ്ങളുടെ ഭാഗത്ത് എന്തോ പോരായ്മയുണ്ടെന്നല്ലേ അതിനർത്ഥം? പോരായ്മ ഉണ്ടെങ്കിൽ യതീന്ദ്ര സാർ ഞങ്ങൾ എവിടെ നിർത്തോ? വെറും സ്റ്റാഫായിട്ടൊന്നല്ല, ഞാനും ശിവപ്രസാദും ഇവിടെ ജോലി ചെയ്യുന്നത്. പകലില്ലാതെ പണിയെടുക്കുന്നുണ്ട്. യതീന്ദ്രൻ സാറിന് അതറിയാം. എനിക്കും അതറിയാം ശങ്കരനാരായണ. നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണോ അതോ നിങ്ങളുടെ യതീന്ദ്ര സാറിന്റെ ആത്മാർത്ഥത കൊണ്ടാണോ? ഏതായാലും ഇടയ്ക്കിടെ കണക്ക് പരിശോധിക്കുമ്പോ ലാഭവിഹിതം അങ്ങ് കുറഞ്ഞാണല്ലോ കാണുന്നത്. ബിസിനസ്സിൽ മൊത്തത്തിൽ പാളിച്ചകൾ കണ്ടതുകൊണ്ടാ നന്ദനയ്ക്ക് കൂടി ചുമതലകൾ കൊടുത്തത്. ആ കുട്ടിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഒറ്റയടിക്ക് എല്ലാം പിടിച്ചെടുക്കണം, അതാ മരുമോളുടെ ലക്ഷ്യം. ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്ന ഞങ്ങൾക്ക് അതിന് കൂടി നിൽക്കാൻ പറ്റൂല. യതീന്ദ്ര സാറിനെ അനുസരിക്കാം, സാറിന്റെ ചേട്ടന്റെ ഭാര്യ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയമ്മേ ശരിയാവുക? യതീന്ദ്രന്റെ ചേട്ടന്റെ ഭാര്യയായിട്ടല്ല നിങ്ങൾ നന്ദനെ കാണേണ്ടത്. ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ട്ണറുടെ ചുമതലയുള്ള ആളായിട്ടാ. ഞാൻ പറഞ്ഞേൽപ്പിച്ച ജോലികൾ നോക്കാൻ ഇവിടെ വരുന്ന ആള്. അതിൻ്റെതായ അധികാരം നന്ദനയ്ക്കുണ്ട്. അമ്മ കൊടുത്ത അധികാരം മിസ്യൂസ് ചെയ്യണം നന്ദന. ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ ഞങ്ങളോട് പറഞ്ഞു തന്നെ അതിന്റെ ഒരു തെളിവല്ലേ? ഒരുമാതിരി നാട് കടത്തുന്ന പോലെ അമ്മേ ഓർഡർ ഇട്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു അത് പറ. യതീന്ദ്ര സാർ പറഞ്ഞു അവധി എടുക്കണ്ടെന്ന്. ഞങ്ങളതനുസരിക്കുക. അപ്പോ അവധി എടുക്കുന്നില്ല? ഇല്ല, ഒരു കാരണവുമില്ലാതെ അവധി എടുക്കുന്നത് എന്തിനാന്നാ സാറിന്റെ ചോദ്യം. കാരണം ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നന്ദനയെ കൊഞ്ഞനം കുത്തി കാണിച്ചത് കൊണ്ടല്ല നിങ്ങളോട് അവധിയിൽ പോവാൻ പറഞ്ഞത്. ജോലിയിൽ വീഴ്ച വരുത്തിയതിനാ, ക്രമക്കേട് കണ്ടെത്തിയതിനാ. ഗൗരവമുള്ള പിഴവ് കണ്ടെത്തിയ അതിന് കാരണക്കാരായവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഈ മാനേജ്മെന്റിന് അവകാശമുണ്ട്. ധിക്കാരം വരെയാണെന്ന് വിചാരിക്കരുത്. തൊഴിൽ നിയമമൊക്കെ ഉള്ള നാടാത്. ജീവനക്കാരെ തോന്നിയതുപോലെ ശിക്ഷിക്കാൻ ഇവിടെ പറ്റില്ല. ജീവനക്കാർക്ക് തോന്നിയതുപോലെ ജോലിയിൽ മായം ചേർക്കാനും പറ്റില്ല. അതും നിയമത്തിലുണ്ട്. വെറും ജൂനിയർ ആയ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് അവധിയെടുക്കാനൊക്കെ ആജ്ഞാപിച്ച എങ്ങനെയാമേ? എങ്കിൽ സീനിയറായി ഞാൻ പറയുന്നു, ശിവപ്രസാദും ശങ്കരനാരായണനും നന്ദന പറഞ്ഞ അത്രയും ദിവസത്തേക്ക് അവധിയെടുത്ത് മാറി നിൽക്കണം. Yeah.